ഇന്നലെ മുതൽ മമ്മൂക്കാക്കെതിരെ ഇടത് സൈബർ കീടങ്ങൾ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തുകയാണ്. തൻ്റെ അഭിനയ മികവ് കൊണ്ട് മലയാളികൾക്ക് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കും മാതൃകയായ മനുഷ്യനാണ് ശ്രീ മമ്മൂട്ടി. ആ മനുഷ്യനെയാണ് കൈരളിയുടെ ചെയർമാൻ ആയിട്ട് കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് എന്ന് ഓർക്കണം. ഏത് വിശേഷത്തിനും ഒരു വിശേഷമില്ലെങ്കിലും വല്യേട്ടൻ സിനിമ ഇടുന്ന ചാനലിൻ്റെ പാർട്ടിക്കാരാണ് മമ്മൂക്കായുടെ അഭിനയത്തിനെ വരെ ആക്ഷേപിക്കുന്നത്. എന്താണ് ശ്രീ മമ്മൂട്ടി ചെയ്ത തെറ്റ്? വയനാട്ടിലെ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തിയ മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ബോധപൂർവ്വം മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി CPMൻ്റെ ജില്ലാ സെക്രട്ടറി വട്ടം വിട്ട് നടന്നപ്പോൾ അയാളോട് വളരെ മാന്യമായി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നടക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്ന് ആളുകൾ വിചാരിക്കില്ലേ? ഇതിൽ എന്താണ് തെറ്റ്? അയാളോട് കടക്ക് പുറത്ത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. മമ്മൂക്ക പറഞ്ഞത് ശരിയല്ലേ? അവരുടെ പാർട്ടി പരിപാടിക്കല്ലല്ലോ അദ്ദേഹം എത്തിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നാട് നൽകിയ സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പ് കാണാൻ വന്ന മമ്മൂട്ടിയെ എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി അയാളുടെ PR-ന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഔചിത്യമില്ലാതെ തള്ളുന്ന ഈ CPM നേതാവിൻ്റെ സ്ഥാനത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കവിത എഴുതുന്ന സാംസ്കാരിക നായകർ എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയേനെ. ആ പാവത്തിൻ്റെ കുടുംബത്തെയും പല തലമുറകളെയും വരെ ആക്ഷേപിച്ചേനെ. ഇത് ഭാഗ്യത്തിന് ഒരു അയ്മനം സഖാവ് ആയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇമാതിരി കഞ്ഞിക്കുഴി സഖാക്കളുടെ ഉടായിപ്പ് തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയ മമ്മൂട്ടിക്ക് അഭിവാദ്യങ്ങൾ. ഈ ചളിപ്പ് മാറ്റാൻ വേണമെങ്കിൽ മമ്മൂക്കയെ പോയി കണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നാറ്റം മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രം കൂടി ചേർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ നടൻ. ആ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് അന്തംകമ്മി അടിമകൾ, രാജാവിൻ്റെ തീട്ടം നക്കുന്ന ഈ പേപ്പട്ടികൾ, ഈ പന്നിക്കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് കാര്യം ടൗൺഷിപ്പ് കാണാൻ വന്ന മമ്മൂട്ടിക്ക് വട്ടം ചാടി നിന്നുകൊണ്ട് ആളാവാൻ ശ്രമിച്ച റഫീഖ് എന്ന് പറയുന്ന CPMൻ്റെ വയനാട് ജില്ലാ സെക്രട്ടറിയോട് മമ്മൂട്ടി ചോദിച്ചു, എന്തിനാ നിങ്ങൾ എൻ്റെ പിറകെ നടക്കുന്നത്? എന്തിനാ മണപ്പിച്ച് നടക്കുന്നത്? ഞാൻ നിങ്ങളുടെ PR-ന് വേണ്ടി വന്നതല്ല. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സഖാക്കളെ ചൊടിപ്പിച്ചത് റഫീഖിനെ മാറ്റി നിർത്തിയതോ റഫീഖിനോട് പറഞ്ഞ കാര്യങ്ങളോ അല്ല, മറിച്ച് ഇത് സോഷ്യൽ ക്യാപിറ്റൽ, കേരളത്തിലെ ജനങ്ങൾ നൽകിയ പണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതാണ് ഇവരെ ചൊടിപ്പിച്ചത്. കാരണം എന്താ? ഇത് ഞങ്ങളുടെ AKG സെൻറ്ററിൻ്റെ വകയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിനിടയിൽ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ വന്നു കയറിക്കൊണ്ട് എങ്ങനെയാണ് ഈ ടൗൺഷിപ്പ് ഉണ്ടായത്, സർക്കാരിന് എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ട് ഇത് ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് തന്തയാവാൻ ശ്രമിച്ച പലരുടെയും അണ്ണാക്കില പൊട്ടിച്ചുകൊണ്ടാണ് മമ്മൂട്ടി അവിടുന്ന് തിരിച്ചു പോയത്. അത് തന്നെയാണ് ഇവരെ ഏറ്റവും ചൊടിപ്പിച്ചത്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇവരെ മമ്മൂട്ടിയെ നോട്ടമിട്ടിട്ടുണ്ട്. ഈ പറയുന്ന അതിദരിദ്രരില്ലാത്ത കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ ഈ പറയുന്ന പിണറായി വിജയൻ? ആ സദസ്സിൽ നിന്ന് തന്നെ മമ്മൂട്ടി 2 കുത്തുകൾ കുത്തിയതാണ്. പക്ഷേ അന്ന് ഓങ്ങി വെച്ചത് ഇന്ന് സഖാക്കൾ തീർക്കുന്നു എന്നുള്ളതാ. കൂട്ടത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് എന്ന് പറയുന്ന മഹാനെ അങ്ങോട്ട് നായി തൊട്ട കലം പോലെ മാറ്റി നിൽക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് അതൊരു PR ഉണ്ടാക്കി അതുവഴി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തത്രപ്പാട് നടത്തുമായിരുന്നു. മമ്മൂട്ടി വളരെ കൃത്യമായിട്ട് വന്നു എന്ന് മാത്രമല്ല, വന്നിട്ട് എന്താണ് ടൗൺഷിപ്പ്, ഇതിൻ്റെ പിന്നിൽ ആരാണ്, ആരുടേതാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അയാൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇതിലും വലിയ തോൽവി മറ്റെന്താണുള്ളത്? കാരണം ഈ ദുരന്തം നടന്നിട്ട് വർഷങ്ങൾ എത്രയായി നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ടും ഈ 2026 താക്കോല് കൊടുക്കുമ്പോൾ ആ താക്കോല് കിട്ടിയ ആളുകൾ ഇന്നും വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? താക്കോല് കൊടുത്തത് പണി പൂർത്തിയായി കയറി താമസിക്കാൻ സജ്ജമായ ഒരു വീടിൻ്റെ താക്കോലല്ല കൊടുത്തത്, മറിച്ച്
പണികൾ പൂർത്തിയാക്കാത്ത താമസത്തിന് സൗകര്യപ്രദമായിട്ടുള്ളതല്ലാത്ത ഒരു വീടിൻ്റെ താക്കോലാണ് കൊടുത്തത്. അതും വെറും പ്രതീകാത്മകമായ താക്കോൽ കൈമാറ്റം മാത്രമാണ് നടത്തിയത്. ഇനിയും ഒരുപാട് കാത്തിരിക്കണം ആ വീടുകളിൽ കയറി താമസിക്കണമെങ്കിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് എന്തുകൊണ്ട് ഇത്രയധികം വൈകിപ്പിച്ചു? എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. 740 കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. ഈ വീടുകൾ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന, ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന 400 ചില്ലറ വീടുകൾ, 500 തന്നെ ആയിക്കോട്ടെ, ഈ 500 വീടുകൾ ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ ഫണ്ട് എത്രയോ പിന്നെയും ബാക്കി. ഇപ്പോൾ ഒരു വീടിന് 1 കോടി വെച്ച് കൂട്ടിയാലും 500 കോടിയേ ചിലവാകുമായിരുന്നുള്ളൂ അല്ലേ? എന്നിട്ടും ഇത് ഇത്ര വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുൻപ് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാകാൻ പാടുകയുള്ളൂ, ഇതിൻ്റെ തന്ത ഞാനാണ് എന്നുള്ള രീതിയിലായിരുന്നു പിണറായി വിജയൻ്റെ പ്രവർത്തനം. ഈ ദുരിതബാധിതരോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഈ സർക്കാരിനുണ്ടായിട്ടില്ല. ദുരിതബാധിതരോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം നടന്ന് 5-6 മാസങ്ങൾ കൊണ്ട് ഈ ദുരിതബാധിതർക്ക് ഈ പറയുന്ന വീടുകളിൽ, ടൗൺഷിപ്പുകളിൽ വീടുകളിൽ കയറി താമസിക്കാനുള്ള സാഹചര്യം സർക്കാരിന് ഉണ്ടാക്കാമായിരുന്നു. എന്നിട്ട് പിന്നെ എന്തേ വർഷങ്ങൾ എടുത്തത്? വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അതിന് പിന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തെയാണ് മമ്മൂട്ടി ഒരൊറ്റ വാചകം കൊണ്ട്, ഒരു 2 മിനിറ്റ് സംസാരം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. പിന്നെ അന്തംഗമ്മി അടിമകൾക്ക് ഹാലിളകാതിരിക്കുമോ? അവർക്ക് വെപ്രാളപ്പെടാതിരിക്കുമോ? കാരണം എന്താ, 10 വർഷം ഭരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ വെച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പ് ആയിരുന്നു. അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് എന്ത് ചെയ്തു? മമ്മൂട്ടി വന്നിട്ട് അത് അങ്ങോട്ട് തകർത്ത് തരിപ്പണമാക്കി. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് പറയും? കാരണം എന്താ, പറഞ്ഞതൊരു BJP കാരനാണോ? അല്ല. പറഞ്ഞതൊരു കോൺഗ്രസ്സുകാരനാണോ? അല്ല. പറഞ്ഞത് ഇടതു സഹയാത്രികനും ഇടതുപക്ഷക്കാരനും ഒക്കെ ആണെങ്കിലും ഒരു സിനിമാ നടനാണ്, അതോടൊപ്പം ഒരു ഇടതുപക്ഷക്കാരനെ കൂടിയാണ്. CPM-ൻ്റെ എല്ലാ മേഖലകളിലും കൈരളി TV-യുടെ ചെയർമാനാണ്. CPM-മായി വളരെ വലിയ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ തന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഇനി ജനങ്ങളോട് എന്ത് പറയും? ഇവിടെ മമ്മൂട്ടി ഒരു രീതിയിലും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, ഒരു നുണ പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, യാഥാർത്ഥ്യമല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സത്യം മാത്രമാണ്. ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾ നൽകിയതാണ്, ജനങ്ങളാണ് ഇവിടുത്തെ, നമ്മുടെ കേരളത്തിലെ ജനമാണ്. ഈ രാജ്യത്തെ ജനങ്ങളിൽ കേരളം വേറിട്ട് നിൽക്കാനുള്ള കാരണം ഇവിടുത്തെ ജനമാണ്. അവരുടെ ചേർത്ത് പിടിക്കലാണ്, അവരുടെ ഈ പറയുന്ന സ്നേഹമാണ്, സാഹോദര്യമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ എല്ലാത്തിനും കാരണം ജനമാണെന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ പറയുന്ന PR-നെ അങ്ങ് പൊളിച്ചടക്കി. മാത്രമല്ല, മമ്മൂട്ടി വന്നത് മുതൽ, ടൗൺഷിപ്പിൽ കാല് കുത്തിയത് മുതൽ ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതൊരു പരിധി കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് മനസ്സിലായി ഇത് എന്നെ വെച്ചുകൊണ്ട് PR ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായിട്ട് താൻ അങ്ങനെ ഒരു PR-ൻ്റെ ആയുധമാകരുത് എന്ന് മമ്മൂട്ടിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ പരസ്യമായിട്ട് ആ ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PR ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്, ഞാൻ അതിനുള്ള ആയുധമല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തത്. എനിക്ക് ഈ മമ്മൂട്ടിയുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, കൈരളി TV-യുടെ ചെയർമാനാണ്, പിണറായി വിജയനായിട്ട് അടുത്ത ബന്ധമാണ്, ഒക്കെ ശരിയാണ്. സാക്ഷാൽ മമ്മൂട്ടിക്ക് പോലും ആഗ്രഹം തുടർ ഭരണമല്ല, ഒരു ഭരണമാറ്റമാണ് ഈ പറയുന്ന സാക്ഷാൽ മമ്മൂട്ടി പോലും ആഗ്രഹിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ തുടർ ഭരണമായിരുന്നെങ്കിൽ അയാൾക്ക് ആ PR-ന് നിന്നു കൊടുത്താൽ മതിയായിരുന്നു. താൻ കാരണം ഒരു 2 വോട്ട് കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. പക്ഷെ അതല്ല, ഇത് PR ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ അത് തിരുത്തുന്നു. ഞാൻ നിങ്ങളുടെ PR-ന് വേണ്ടി വന്നതല്ല എന്ന് ശക്തിയോടെ, ആർജവത്തോടെ അയാൾ തുറന്നു പറയുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിലും തുടർ ഭരണം വേണ്ട എന്നുള്ളത് തന്നെയാ, അയാളുടെ മനസ്സിലും ഒരു ഭരണമാറ്റത്തെ അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാ. പിന്നെ ഈ പറയുന്ന സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വേണം. കാരണം സിനിമയാണല്ലോ മേഖല,
രാഷ്ട്രീയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരനും വേണം, CPM-കാരനും വേണം, സഖാവും വേണം, സംഘിയും വേണം. കാരണം പണം മുഖ്യമാണ്, ബിസിനസ് മുഖ്യമാണ്. അതുകൊണ്ട് എല്ലാവരെയും ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ ആരെയും സുഖിപ്പിക്കാതെ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നുള്ളത് അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെയാണ് സതീശൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നത്, ബഹുമാനപ്പെട്ട പ്രിയ പ്രതിപക്ഷ നേതാവ്. എന്താണ്? യഥാർത്ഥ സഖാക്കൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ചേർത്ത് നിർത്തിക്കൊള്ളണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ്. കാരണം എന്താ? അയാളും ആഗ്രഹിക്കുന്നു ഈ പറയുന്ന കെടുകാര്യസ്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് സാക്ഷാൽ കൈരളിയുടെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി പോലും ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ അയാൾക്ക് PR വർക്ക് എന്താണ്, പ്രൊമോഷൻ എന്താണ്, ചാനൽ എന്താണ്, ഇതൊന്നും അറിയാത്ത വ്യക്തിയല്ലല്ലോ. വേണ്ടുവോളം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള വ്യക്തി. PR ആണെന്ന് തന്നെ ഉപയോഗിച്ച് PR നടത്തുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അല്ലേ? വളരെ കൃത്യമല്ലേ, വളരെ കൃത്യമല്ലേ? കാരണം എന്താ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു UDF-കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു സഖാവാണ്. ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. സഖാവായ ഈ പറയുന്ന കൈരളി TV-യുടെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി താൻ അതിനെ ആയുധമാകരുത്, താൻ കാരണം അങ്ങനെ ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ട് അയാൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പിടിച്ച് താഴെ ഇറക്കണം, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കണം എന്ന് തന്നെയാണ് അയാളിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് PR-നുള്ള ആയുധം താൻ ആവുകയാണോ, തന്നെ ഉപയോഗിച്ച് PR നടത്തുകയാണോ എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് അയാൾക്കുണ്ടായപ്പോൾ ഉടനടി ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന റഫീഖിനെ പിടിച്ച് മാറ്റി നിർത്താൻ അയാൾ കാണിച്ച ചങ്കൂറ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ് സഖാക്കളുടെ ഇപ്പോൾ ഏറ്റവും വലിയ വെപ്രാളവും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദുരന്തം നടന്ന അന്ന് മുതൽ ഇങ്ങനെ കണക്ക് കൂട്ടിയതാണ്. ഈ ദുരന്തം നമുക്ക് തെരഞ്ഞെടുപ്പേക്കുള്ള ഒരു ആയുധമാണ്. 740 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ വന്നപ്പോൾ അതിലേറെ സന്തോഷിച്ചു. കാരണം എന്താ? ഇത് നമ്മുടേതാക്കി മാറ്റാം, ഇതിൻ്റെ തന്ത ഞാനായി മാറാൻ കഴിയും. ജനങ്ങളുടെ പണമാണ്, സർക്കാരിൻ്റെ പണമാണോ? അല്ല, ജനങ്ങളുടെ പണം. ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ തന്ത ഞാനാകും. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്തു. ദുരിതബാധിതർക്കുള്ള ദുരിതാശ്വാസം, പുനരധിവാസം വൈകിപ്പിക്കണം മാക്സിമം. തെരഞ്ഞെടുപ്പിനോട് ചേർത്തായിരിക്കണം അതിൻ്റെ പ്രഖ്യാപനങ്ങളും കൈമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടത്. അത് പ്രതീകാത്മകമാണെങ്കിൽ പോലും ഇതൊക്കെ നടക്കേണ്ടത് വളരെ ലേറ്റാവണം. അല്ലാതെ ദുരിതബാധിതരോട് സ്നേഹമുണ്ടായിട്ടോ, അവരോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടോ, അവരോട് ആത്മാർത്ഥത ഉണ്ടായിട്ടോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജനപ്രതിനിധികൾ, പല വിഭാഗത്തിൽ പല പാർട്ടിയിൽ പെടുന്ന ആളുകൾ, CPM-ൽ പെടുന്ന ആളുകളൊക്കെ ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പിണറായി വിജയൻ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര രൂപ കൊടുത്തു? നിങ്ങളൊന്ന് പറ. ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംഭാവന എന്താണ് അതിനുള്ള തെളിവ്? ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടോ? അപ്പോൾ എന്താ കാര്യം? 5 പൈസ ചെലവില്ലാതെ അപ്പുറത്തുള്ള കുട്ടിയുടെ തന്തയാവുന്ന ഏർപ്പാട് പണ്ട് മുതലേ തുടങ്ങി വെച്ചതാണ്. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞിൻ്റെ തന്തയാവുന്ന ഏർപ്പാട് ഭരണത്തിൽ കയറിയ അന്ന് മുതൽ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അതുപോലെ ജനങ്ങൾ കൊടുത്ത പണം കൊണ്ട് 1 രൂപ ചെലവില്ലാണ്ട് ഇതിൻ്റെയൊക്കെ തന്തയാകാം, അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ പുനരധിവാസ പദ്ധതി ഇത്രയധികം വൈകിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പണി പൂർത്തിയാകാത്ത വീടിൻ്റെ താക്കോല് കൈമാറ്റം ചെയ്തതും. ആ താക്കോല് കിട്ടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ 1-ാം ഘട്ടത്തിൽ താക്കോല് കിട്ടിയ ആളുകൾ ഇപ്പോഴും വാടക വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് ഈ മുണ്ടക്കൈ ചൂരൽമല ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരിതബാധിതരായിട്ടുള്ള ഒരു വ്യക്തി 24-ൽ തമ്മിൽ എന്നൊരു പരിപാടിയിൽ താക്കോല് കിട്ടിയ വ്യക്തിയാണ്. ഈ മാർച്ച് 1-ന് താക്കോല് കൈമാറിയപ്പോൾ ആ കൂട്ടത്തിൽ താക്കോല് കിട്ടിയ വ്യക്തിയാ. പക്ഷേ ഇപ്പോഴും താമസിക്കുന്നത് വാടക വീട്ടിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ കൈമാറ്റം നടത്തിയതും
കയറി താമസിക്കാൻ യോഗ്യമല്ലാത്ത വീടിൻ്റെതാണ് എന്നുള്ളതാണ് ഈ സർക്കാരിന് ഈ കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ചോദിച്ചാൽ പൂജ്യമാണ്. ഇത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിക്ക്, ഈ ഫെബ്രുവരി 28-ന് ലീഗ് കൊടുത്ത 51 വീട്ടുകളിലും ആളുകൾ താമസം തുടങ്ങിക്കഴിഞ്ഞു. എത്ര മനോഹരമായിട്ട് അവരത് ചെയ്തു കാണിച്ചു. മാതൃകയാക്കണം. സർക്കാരും പിണറായി വിജയനും സഖാക്കളും മാതൃകയാക്കണം.